ആണവ കരാറിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. വമ്പൻ കപ്പൽപ്പട ഇറാനെ ലക്ഷ്യമിട്ട് അതിവേഗത്തിൽ നീങ്ങുന്നുണ്ടെന്നും ചർച്ചയ്ക്കുള്ള സമയം അവസാനിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. വിവരങ്ങളുമായി മനു അഖിലയുണ്ട്. മനു, ഒരു ഭീഷണി സ്വരം ട്രംപിന്റെ പോസ്റ്റിലുണ്ട്. USSന്റെ നേതൃത്വത്തിലുള്ള കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ഇറാൻ ലക്ഷ്യമിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ട്രംപിന്റെ നീക്കം? മനസ്സിലെന്താണ്? അരുണ്യ, പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ടാണ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഇറാനിലെ ആഭ്യന്തര സംഘർഷങ്ങളിലാണ് ട്രംപ് നിരന്തരമായി ഇങ്ങനെ ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നതെങ്കിൽ അത് വീണ്ടും ആണവ നിർവ്യാപന കരാറിലേക്ക് തിരികെ എത്തുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ തന്നെ വലിയ രീതിയിലുള്ള ഭീഷണി സന്ദേശങ്ങളാണ് ഇപ്പോൾ ട്രംപ് ഇറാനെതിരെ പറഞ്ഞിരിക്കുന്നത്. ആണവ പദ്ധതിയിൽ ധാരണയിലെത്താൻ തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ഒരു വലിയ ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഒരു ഭീഷണിയായി കുറിച്ചിരിക്കുന്നത്. ആണവായുധം വേണ്ടെന്ന് വെച്ച് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ഈ റൗണ്ട് ടേബിളിലേക്ക് തിരിച്ചെത്തണമെന്നും ട്രംപ് ഈ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. വെനസ്വേലയിലെ സൈനിക നടപടി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആണവായുധം കൈവശപ്പെടുത്താനുള്ള ശ്രമം ഒരു കൂട്ടരെയും ഇങ്ങനെ പോസിറ്റീവായി ബാധിക്കില്ല. ധാരണയിലെത്തിയില്ലെങ്കിൽ ജൂണിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയതിനേക്കാൾ മോശമായൊരു ആക്രമണമായിരിക്കും ഇറാനെ കാത്തിരിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ഇറാൻ സംഘർഷഘട്ടത്തിൽ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിൻ്റെ ഭാഗമായി ഫോർദോ ഉൾപ്പെടെയുള്ള ഇറാനിലെ വലിയ ആണവ കേന്ദ്രങ്ങളിലേക്ക് B-2 ബോംബറുകൾ ഉപയോഗിച്ച് അമേരിക്ക ഒരു മിന്നലാക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൻ്റെ മോഡലിൽ തന്നെ കൂടുതൽ ആക്രമണം ഇറാനിലേക്ക് നടത്തുമെന്നൊരു ഭീഷണി സന്ദേശമാണ് ട്രംപ് ഇപ്പോൾ ആ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആക്രമണ ഭീഷണി നിലനിൽക്കെ അമേരിക്കയുമായൊരു ചർച്ചയ്ക്ക് ഇനി ഇല്ല എന്ന് നേരത്തെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഈ പ്രതികരണത്തിന് പിന്നാലെയാണ് ട്രംപ് ഇപ്പോൾ ഒരു താക്കീതിൻ്റെ അല്ലെങ്കിൽ ഭീഷണിയുടെ സന്ദേശത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. എന്തായാലും ധാരണയിലെത്തിയില്ലെങ്കിൽ ഇറാനെ കാത്തിരിക്കുന്നത് വിനാശകരമായ ഒരു അന്ത്യമായിരിക്കുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഇത് സാധൂകരിക്കാനായി ട്രംപ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ പോസ്റ്റിൽ. അതായത്, അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ ഇറാനിലേക്ക് ഒരു നാവികപ്പട നീങ്ങുന്നുണ്ടെന്നാണ് ട്രംപ് ഈ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറയുന്നത്. അധികം വൈകാതെ തന്നെ ഇറാൻ ഈ ആണവ ചർച്ചകൾക്കായി തിരികെ ഈ ടേബിളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ടെന്നും അങ്ങനെ കരുതുന്നുണ്ടെന്നും ട്രംപ് ഈ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറയുന്നുണ്ട്. ആരുണ്യ, വലിയ ഭീഷണിയാണ് ട്രംപിന്റെ പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധമുനയിലേക്ക് പോകുകയാണോ എന്നതാണ് ആശങ്ക. മനു അഖിലയാണ് വിവരങ്ങൾ നൽകിയത്.